ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം ക്രിസ്മസ് എക്സാം ഒക്കെ അടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഇംഗ്ലീഷിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ, അതായത് 2023-ലെയും അതുപോലെ 2022-ലെയും എല്ലാത്തിലത്തെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. മാത്രമല്ല, ഇതുവരെയുള്ള എല്ലാ യൂണിറ്റും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ പ്ലേലിസ്റ്റ് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആക്ടിവിറ്റി 1, റീഡ് ആൻഡ് ആൻസർ. Raju got up early in the morning. He was very happy. The nature club of the school has planned a study tour on that day. അപ്പോൾ എന്താണ്, രാജു രാവിലെ തന്നെ എണീറ്റു. രാജുവിന് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അവിടുത്തെ സ്കൂളിലത്തെ നേച്ചർ ക്ലബ്ബ് എന്താണ്, ഒരു സ്റ്റഡി ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. The sky was cloudy when they reached the place. അപ്പോൾ ആ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും എന്തായി, സ്കൈ, ആകാശത്തൊക്കെ ആകെ മേഘങ്ങളൊക്കെ വന്ന് മൂടി. ഹി വാസ് ത്രിൽ ടു വിസിറ്റ് ദ ബ്യൂട്ടിഫുൾ നീലമല ഫോറസ്റ്റ്. അപ്പോൾ എന്താണ്, അവർ കാണാൻ പോകുന്നത് എവിടെയാണ്, നീലമല ഫോറസ്റ്റിലാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ രാജു വളരെയധികം ത്രില്ലടിച്ച് നിൽക്കുകയാണ്. ലിസൺ ടു ദ ചീപ്പിംഗ് ഓഫ് ബേർഡ്സ്, ഹൗ സ്വീറ്റ് ഇറ്റ് ഈസ്, ഹിസ് ഫ്രണ്ട് ഷൗട്ടഡ്. അപ്പോൾ എന്താണ്, ഈ ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ പറയുകയാണ് എന്ത് നല്ല സൗണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. Suddenly, it started raining. They took shelter under a big tree. They saw a mother monkey and its baby on the tree. അപ്പോൾ മഴ പെയ്തപ്പോൾ അവരൊരു മരത്തിൻ്റെ അടിയിൽ ഷെൽട്ടറിനായി നിന്നു. അപ്പോൾ അവിടെ എന്താ, അവിടെ ഒരു ആരാണ്, ദ മദർ വാസ് ഹോൾഡിങ് ദ ബേബി അപ്പോൾ അവിടെ എന്താണ്, ഒരു മങ്കിയുടെ കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ക്ലോസ് ആക്കിയിട്ട് ബോഡിയിലേക്ക് ചേർത്തിട്ട് ആ കുട്ടീനെ അമ്മ പിടിക്കുന്നുണ്ട്. രാജു felt sorry and said, "See, they are harmless." Holding his hand, the teacher said, "This tree is their home. Allow them to live here happily. Let's move without disturbing them." അപ്പോൾ എന്താണ്, അവർക്കൊരു സ്ഥലം ഇല്ലാണ്ട് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട് എന്താണ്, ഇതാണ് അവരുടെ സ്ഥലം, നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് വേറെ എങ്ങോട്ടേലും പോവാമെന്ന്. ഓക്കെ, അപ്പോൾ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ അടിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. Then first question, why did Raju get up early in the morning? അപ്പോൾ എന്തുകൊണ്ടാണ് രാജു അന്ന് രാവിലെ എണീച്ചത്? അപ്പോൾ എന്തുകൊണ്ടാണ് രാജു അന്ന് നേരത്തെ എണീച്ചത്? ദ നേച്ചർ ക്ലബ് ഓഫ് ദ സ്കൂൾ പ്ലാൻഡ് എ സ്റ്റഡി ടൂർ ഓൺ ദാറ്റ് ഡേ, സോ ഹി ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അപ്പോൾ അന്നേ ദിവസം എന്താണ്, സ്കൂളിലത്തെ നേച്ചർ ക്ലബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റഡി ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് രാജു നേരത്തെ എണീച്ചത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് സൗണ്ട് ഓഫ് എ ബേർഡ്. അപ്പോൾ ഒരു ബേർഡിൻ്റെ സൗണ്ട് എന്ന് വരുന്ന വേർഡ് നമ്മുടെ പാസേജിൽ നിന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഏതാണ്, ചീപ്പിംഗ് ഓഫ് എ ബേർഡ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ, അപ്പോൾ ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മദർ മങ്കി ഹെൽഡ് ഇറ്റ്സ് ബേബി ക്ലോസ് ടു ഹെർ ബോഡി. വൈ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മദർ മങ്കി ബേബീനെ ബോഡിയിലേക്ക് ചേർത്ത് പിടിച്ചത്? എന്തുകൊണ്ടാണ്? നന്നായി മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. ബിക്കോസ് ഇറ്റ്സ് റെയിനിങ് ഹെവിലി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പാസേജിലുണ്ട്, അത് ജസ്റ്റ് ഇവിടെ എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി? അപ്പോൾ ഈ സ്റ്റോറി വായിച്ചിട്ട് നമുക്ക് എന്ത് മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്? എന്താണ്, ഡോണ്ട് കട്ട് ട്രീസ്. എന്താണ്, മരങ്ങൾ നമ്മൾ വെട്ടാൻ പാടില്ല എന്നുള്ള ഒരുപാട് മെസ്സേജ് തരുന്നുണ്ട്. അപ്പോൾ അതിലൊരു മെസ്സേജ് എന്ന് പറയുന്നത് മരങ്ങൾ വെട്ടാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. ഈ സ്റ്റോറിക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ മദർ ട്രീ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ആണ് ഡിസ്ക്രിപ്ഷൻ. King Ivan loved birds and trees very much. അപ്പോൾ നമ്മൾ ലെസൺ എടുക്കുമ്പോൾ പറഞ്ഞ് രാജാവായ ഇവാൻക്ക് എന്താണ്, ബേർഡ്സിനെയും ട്രീസിനെയും ഒക്കെ നല്ല ഇഷ്ടമാണ്. One day he was
he used to visit forest and enjoy the beauty of nature every now and then. അപ്പോൾ എപ്പോഴും കിങ് ഇവാൻ എന്ത് ചെയ്യും, ഫോറസ്റ്റിലേക്ക് പോയിട്ട് അവിടുത്തെ ബ്യൂട്ടിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കും. വൺ ഡേ ഹി വാസ് ഷോക്ക്ഡ് ടു സീ ദ സീൻ ഇൻ ദ ഫോറസ്റ്റ്. അപ്പോൾ ഒരു ദിവസം ഫോറസ്റ്റിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ച കണ്ട് ഇവാൻ ആകെ ഞെട്ടി. Now look at the picture and describe the scene. അപ്പോൾ ഇവാൻ കണ്ടിട്ടുള്ള സീൻ്റെ പിക്ചർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചർ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. ആ സീന് നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് ആ പിക്ചർ നോക്കിയിട്ട് എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പിക്ചർ. മരങ്ങളൊക്കെ ആകെ വെട്ടിയിട്ട് അവിടെയുള്ള ആനിമൽസൊക്കെ ഓടുക, അങ്ങനത്തെ ഒരു പിക്ചറാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം. As Ivan was walking through the forest, he saw the view in the middle of the forest. അപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ഫോറസ്റ്റിൻ്റെ മധ്യത്തിലായിട്ട് two woodcutters cut down the trees. Birds flew away in fear and their nests and eggs are collapsed. അപ്പോൾ എന്താണ്, രണ്ട് മരം വെട്ടുകാർ എന്താണ് മരങ്ങൾ മുറിക്കുന്നുണ്ട്. അപ്പോൾ ബേർഡ്സൊക്കെ പക്ഷികൾ പേടിച്ച് പറന്നു പോകുന്നുണ്ട്. അവരുടെ എഗ്സും നെസ്റ്റും ഒക്കെ താഴെ വീണ് നാശമായി. റാബിറ്റ്സ് ആൻഡ് ഡിയർ റാൻ അവേ. അപ്പോൾ ആരാണ്, റാബിറ്റും ഡിയറൊക്കെ എന്താണ് ഓടിപ്പോകുന്നുണ്ട്. ദേ ക്യാച്ച് ആൻ എലഫൻറ്റ് ആൻഡ് കോൾ ഇറ്റ് ടു എസ്കേപ്പ് ഫ്രം ദ പിറ്റ്. അപ്പോൾ എന്താണ്, അവരൊരു എലിഫൻ്റ്, അതായത് ആനനെ പിടിച്ചിട്ട് അതൊരു കുഴിയിൽ വീണിട്ട് അവിടുന്ന് അത് പോരാൻ വേണ്ടി നോക്കുന്നുണ്ട്. എ ട്രീ ഫെൽ ഇൻ ടു ദ പോണ്ട്. അപ്പോൾ ഒരു പോണ്ടിലേക്ക്, ഒരു കുളത്തിലേക്ക് എന്താണ്, ഒരു മരം വീണ് കിടക്കുന്നുണ്ട്. ദ ഫിഷ് ഇൻ ദ പോണ്ട് ആൻഡ് ദ ഫ്രോഗ്സ് ലോസ് ദെയർ ഹോം. അപ്പോൾ അങ്ങനെ എന്താണ്, പോണ്ടിലുള്ള ഫിഷുകൾക്കും അതുപോലെ തന്നെ അവിടെയുള്ള ഫ്രോഗ്സിനും ഒക്കെ വീട് നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആകെ കൂടെ ഒരു ഭീതിയായിട്ടുള്ള പേടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഫോറസ്റ്റിലുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. നമുക്കിനി അടുത്ത ആക്ടിവിറ്റി നോക്കാം, ആക്ടിവിറ്റി 3. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ആക്ടിവിറ്റി 3 ആണ്, ആഡ് മോർ ലൈൻസ്. അപ്പോൾ എന്താണ്, ലൈൻസ് കൂടുതൽ ആഡ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇറ്റ് വാസ് എ പ്ലസൻറ്റ് ഈവനിങ്. കിങ് ഇവാൻ സോ ദ സ്റ്റാർസ്, ബോട്ട്സ്, ക്ലൗഡ്സ് ആൻഡ് ട്രീസ് ഫാർ എവേ. ഹി ഹേർഡ് ദ ബ്യൂട്ടിഫുൾ സോങ് ഓഫ് എ നൈറ്റിംഗേൽ. ഹി ഓൾസോ ബിഗെയിൻ ടു സിംഗ് ദ സോങ് അലോങ് വിത്ത് ദ ബേർഡ്. അപ്പോൾ എന്താണ്, കിങ് ഇവാൻ ഇങ്ങനെ ഒരു ഈവനിങ് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ എന്താണ്, സ്റ്റാർസും ബോട്ട്സും ക്ലൗഡ്സും ഒക്കെ ദൂരെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോഴാണ് നൈറ്റിംഗേലിൻ്റെ സോങ് ഇവാൻ കേട്ടത്. അപ്പോൾ എന്താണ്, ഈ നൈറ്റിംഗേലിൻ്റെ കൂടെ ഇവാനും പാട്ട് പാടാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ പാട്ടിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ബാക്കി ലൈൻസ് ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ആ പോം ഒന്ന് വായിച്ചു നോക്കാം. സ്റ്റാർസ് ആർ ഷൈനിങ് ഇൻ ദ സ്കൈ, സ്കൈ ഈസ് സ്മൈലിംഗ് ഫ്രം അബവ്, ക്ലൗഡ്സ് ആർ ഡ്രോപ്പിംഗ് കൂൾ റെയിൻ ഡ്രോപ്സ്, ഹാപ്പി ചിൽഡ്രൻ സിംഗ് ആൻഡ് ഡാൻസ്. Okay, boats are sailing in the sea. Sea is smiling from below. The waves catch the shore. Happy children jump and dance. Trees are swinging in the wind. Wind is smiling from near. The wind caresses flowers. Happy children jump and dance. The next activity 4 ആണ് തോട്ട്സ് ഓഫ് ഇവാൻ്റെ തോട്ട്സ് എഴുതാൻ. ഇവാൻ couldn't forget his childhood days even though he became the king of the country. അപ്പോൾ എന്താണ്, ഒരു കൺട്രിയിലെ ഒരു കിങ് ആയിട്ട്, രാജാവായിട്ട് പോലും എന്താണ് ഇവാൻ്റെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊന്നും മറക്കാനായിട്ട് സാധിച്ചില്ല. The unhappy thoughts flashed through his mind. അപ്പോൾ എന്താണ്, അപ്പോൾ അന്ന് അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ആ അൺഹാപ്പി തോട്ട്സൊക്കെ ഇവാൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഓ ഹൗ മച്ച് വർക്ക് ഐ ഡിഡ് ഇൻ മൈ ചൈൽഡ്ഹുഡ് ഡേയ്സ്. എത്ര വർക്ക് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഇവാൻ്റെ തോട്ട്സ് നമ്മൾ എഴുതണം. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം.
How lucky I am in this country is in my hands today. But my all days can't even remember. ഇപ്പം ഞാൻ എന്ത് ഭാഗ്യവാനാണ്, എൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഈ രാജ്യം ഉള്ളത്. പക്ഷേ എൻ്റെ പഴയ പണ്ടത്തെ കാലം എനിക്കത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. There are no jobs I don't do. അപ്പോൾ എന്താണ്, ഞാൻ ചെയ്യാത്തതായിട്ട് ഒരു ജോലിയും തന്നെ ഇല്ല. ക്ലീനിങ് ദ ഡിഷസ്, ഗോയിങ് ടു ദ മിഡിൽ ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് കളക്ടിങ് ഫയർവുഡ്, ഐ കാൺട്ട് ഈവൻ റിമെമ്പർ. അപ്പോൾ എന്താണ്, ഈ ഡിഷസൊക്കെ ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ കാട്ടിൻ്റെ നടുക്ക് പോയിട്ട് അവിടെയുള്ള ഫയർവുഡ്സും വിറകൊക്കെ ശേഖരിക്കുക. എനിക്കിപ്പോൾ അത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. ദ ബിഗ്ഗസ്റ്റ് ജോബ് വാസ് വാഷിംഗ് ദ മാസ്റ്റേഴ്സ് ക്ലോത്ത്സ്. അപ്പോൾ എന്താണ്, അപ്പോൾ എൻ്റെ പണികളിൽ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് എന്താ, എൻ്റെ മാസ്റ്ററിൻ്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു. താങ്ക് ഗോഡ് ഐ ആം ലക്കി നൗ. അപ്പോൾ എന്താണ്, ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ട് പറയുകയാണ് ഞാൻ എന്തൊരു ഭാഗ്യവാന്മാനാണ് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് ആ തോട്ട്സ് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ആണ് കംപ്ലീറ്റ് ദ കോൺവേഴ്സേഷൻ. കുറച്ച് കോൺവേഴ്സേഷൻ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ചില ഭാഗങ്ങൾ ഫില്ല് ചെയ്തിട്ടില്ല, അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആക്കണം. അന്ന വെൻ ടു ദ സമ്മർ ഫെയർ വിത്ത് ഹെർ ഓണ്ട് അരുന്ധതി. അപ്പോൾ എന്താണ്, അന്ന ഓണ്ടായിട്ടുള്ള അരുന്ധതിയുടെ കൂടെ സമ്മർ ഫെയറിന് പോയി. ഷീ സോ മെനി തിങ്സ് ഇൻ ദ ഫെയർ ഗ്രൗണ്ട്. അപ്പോൾ ഫെയർ ഗ്രൗണ്ടിൽ അന്ന എന്ത് ചെയ്തു, ഒരുപാട് സാധനങ്ങൾ കണ്ടു. ദേ മൂവ് ടുവേർഡ്സ് എ സ്വീറ്റ് സ്റ്റാൾ. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരൊരു സ്വീറ്റ് സ്റ്റാളിൻ്റെ അടുത്തേക്ക് പോയി. ഷീ സോ ഗുലാബ് ജാം, രസഗുല, ലഡു എക്സെട്ര. അപ്പോൾ അവൾ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ കണ്ടു, ഗുലാബ് ജാമ് കണ്ടു, രസഗുള കണ്ടു, ലഡും, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കണ്ടു. ഇനി എന്താ, റൈറ്റ് ദ കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ സ്വീറ്റ് സെല്ലർ ആൻഡ് അന്ന. അപ്പോൾ എന്താണ് നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സ്വീറ്റ് സെല്ലറും അന്നയും തമ്മിലുള്ള കോൺവേഴ്സേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്യണം. നമുക്കത് ഫില്ല് ചെയ്ത് നോക്കാം. അപ്പോൾ സ്വീറ്റ് സെല്ലർ പറയുന്നുണ്ട് 1 ഗുലാബ് ജാം, രസഗുല, ലഡു. അപ്പോൾ എന്താ വേണ്ടത്, ഗുലാബ് ജാം വേണോ, ലഡു വേണോ, രസഗുല വേണോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്ന പറയാണ് എന്ത്, ഐ വാണ്ട് സം സ്വീറ്റ്സ്, എനിക്ക് കുറച്ച് സ്വീറ്റ്സ് മതി എന്ന് പറയാണ്. ദെൻ സ്വീറ്റ് സെല്ലർ, വാട്ട് സ്വീറ്റ് ഡു യു വാണ്ട്, നിനക്ക് എന്ത് സ്വീറ്റാണ് വേണ്ടത്. അപ്പോൾ അന്ന, ഐ വാണ്ട് യെല്ലോ ലഡു, വാട്ട് ഈസ് ഇറ്റ്സ് പ്രൈസ്. അപ്പോൾ എന്താണ്, എനിക്ക് യെല്ലോ ലഡു മതി, അതിൻ്റെ പ്രൈസ് എത്രയെന്ന് ചോദിക്കുകയാണ്. യെല്ലോ ലഡു ഈസ് ലെസ് ഇൻ കോസ്റ്റ്ലി, ഓൺലി 50 റുപ്പീസ്. അപ്പോൾ എന്താണ്, യെല്ലോ ലഡുവിന് കുറച്ച് വില കുറവാണ്, 50 രൂപയേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അന്ന, ഓൺലി 50 റുപ്പീസ്, അപ്പോൾ എന്താണ്, ആകെ 50 രൂപ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ്. ദെൻ സ്വീറ്റ് സെല്ലർ, ഹൗ മച്ച് ഡു യു വാണ്ട്, അപ്പോൾ എത്രയാണ് നിനക്ക് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ഐ നീഡ് 5 ലഡൂസ്, എനിക്ക് 5 ലഡു മതി. എനിത്തിങ് എൽസ്, വേറെ എന്തെങ്കിലും വേണം. അപ്പോൾ അന്ന പറയുന്നുണ്ട് നോ താങ്ക്സ് അങ്കിൾ എന്ന് പറഞ്ഞിട്ട് ആ കോൺവേഴ്സേഷൻ അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോൺവേഴ്സേഷൻ ഫില്ല് ചെയ്യാനുണ്ടാവും. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നിട്ടുണ്ടാവില്ല, ദെൻ അതിൻ്റെ മറുപടി, അതായത് അതിൻ്റെ ആൻസർ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കിയിട്ട് വേണം കൂട്ടുകാർ അതിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സ്വീറ്റ് സെല്ലർ അന്ന പറയുന്നുണ്ട് ഐ വാണ്ട് യെല്ലോ ലഡു, വാട്ട് ഈസ് ഇറ്റ്സ് പ്രൈസ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് സ്വീറ്റ് സെല്ലർ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, വാട്ട് സ്വീറ്റ് ഡു യു വാണ്ട്, ഏത് സ്വീറ്റാണ് നിനക്ക് വേണ്ടതെന്നാവും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആൻസർ നോക്കിയിട്ട് വേണം അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെയും അതിൻ്റെ മുന്നത്തെ പ്രാവശ്യത്തെയും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള എല്ലാ ലെസണും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.